അങ്ങനെ ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ശ്രീ രമേശ് ചെന്നിത്തല NSSന്റെ മന്നം ജയന്തിയിൽ മുഖ്യ പ്രസംഗകനായി പോവുകയാണ്. പ്രഭാഷണം നടത്താൻ ചെന്നിത്തലയെ വിളിച്ചത് സാക്ഷാൽ ജി സുകുമാരൻ നായർ. ഇവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം തീർന്നു. എന്തായിരുന്നു ആ സൗന്ദര്യ പിണക്കം? ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലം 2013. ആ കാലത്ത് ഉമ്മൻചാണ്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്. രമേശ് ചെന്നിത്തല നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ NSS പറഞ്ഞു, ജി സുകുമാരൻ നായർ പറഞ്ഞു, രമേശ് ചെന്നിത്തലയെ ഭരണത്തിൻ്റെ പ്രധാന സാരഥ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം, അദ്ദേഹത്തെ തഴയരുത് എന്ന് ജി സുകുമാരൻ നായർ ഉമ്മൻചാണ്ടിയെ താക്കീത് ചെയ്തു. ആദ്യമൊക്കെ ഉമ്മൻചാണ്ടി ഒന്നും അടിച്ചെങ്കിലും ആ പ്രസ്താവനയ്ക്ക് അധികം വില കൊടുത്തില്ലെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന നായർ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോകും, UDFിൽ നിന്ന് അകന്നുപോകും എന്ന ചിന്ത ഉമ്മൻചാണ്ടി അലട്ടി. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കി. ആഭ്യന്തരമന്ത്രിയാക്കിയപ്പോൾ എന്തായി ഫലം? ആഭ്യന്തരമന്ത്രിയാക്കിയപ്പോൾ ചെന്നിത്തല നായർ ബ്രാൻഡായി മാറി, സമുദായത്തിൻ്റെ ബ്രാൻഡായി മാറി. അങ്ങനെയാണ് ചെന്നിത്തല ഇദ്ദേഹവുമായി, ഈ ജി സുകുമാരൻ നായരുമായും NSSുമായും തെറ്റുന്നത്. താക്കോൽ സ്ഥാനം കൊടുക്കണമെന്നാണ് ജി സുകുമാരൻ നായർ ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടത്. താക്കോൽ സ്ഥാനം അങ്ങനെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ താക്കോൽ സ്ഥാന വിവാദം ഉണ്ടാകുന്നത് 2013 2013 ശേഷം ചെന്നിത്തലയുടെ ഗ്രാഫ് നോക്കുക. അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് പോലും അനഭിമതനായി. ഹരിപ്പാടിൽ നിന്ന് ജയിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മുന്നണിയിൽ അദ്ദേഹം, അതായത് മുൻനിരയിൽ നിന്ന്, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുൻനിരയിൽ നിന്ന് അദ്ദേഹത്തെ പിന്നാക്കം വലിച്ചു കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ യാതൊന്നുമില്ല, ഒരു കറിവേപ്പിലയുടെ അവസ്ഥയാണ്, എടുത്തു കളഞ്ഞ അവസ്ഥയിലാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. വിശാല ഗ്രൂപ്പ് സഖ്യം എന്നൊക്കെ അദ്ദേഹം വീമ്പിളക്കുമെങ്കിലും ചെന്നിത്തലയ്ക്ക് അങ്ങനെ പറയത്തക്ക ആർജവമോ ശക്തിയോ ഇല്ല. VD സതീശന്, മാരാമൺ കൺവെൻഷന് പോലും VD സതീശനെയാണ് ആളുകൾ വിളിച്ചു കൊണ്ടുപോകുന്നത് പ്രസംഗിക്കാൻ, ചെന്നിത്തലയല്ല. ചിലപ്പോൾ അവിടെ സതീശനേക്കാളും നല്ല നേതാവ് ചെന്നിത്തലയാണെന്ന് പൊതുബോധമുണ്ടെങ്കിൽ കൂടി ചെന്നിത്തലയെ ആർക്കും വേണ്ടാത്ത അവസ്ഥ. അപ്പോഴാ NSS എത്തുന്നു, സമുദായം എത്തുന്നു, ചെന്നിത്തലയ്ക്ക് വീണ്ടും പിന്തുണ അറിയിച്ചുകൊണ്ട്. ഇത് ശുഭസൂചകമാണ്. ആർക്ക്? രമേശ് ചെന്നിത്തലയ്ക്ക് ശുഭസൂചകമാണ്. അതുകൊണ്ട് അത്യാഹ്ലാദത്തോടു കൂടിയാണ് ജി സുകുമാരൻ നായരുടെ ആ ക്ഷണം ചെന്നിത്തല സ്വീകരിച്ചത്. ചെന്നിത്തല NSSന്റെ പ്രിയപുത്രനാകുമ്പോൾ VD സതീശന് ആണ് വെട്ടേൽക്കുന്നത്. VD സതീശന് NSSലെ ആർക്കും തന്നെ ഇഷ്ടമല്ല, നേതൃത്വത്തിന് ഇഷ്ടമല്ല. കാരണം കപട നാട്യക്കാരൻ. ഒന്നാമത്തെ കാര്യം, VD സതീശൻ കപട നാട്യക്കാരനാണ്. പിന്നെ സ്വന്തം കാര്യം, സെൽഫിഷ്, സ്വന്തം കാര്യം മാത്രം, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക, സ്വന്തം ഇമേജ് സംരക്ഷിക്കുക എന്ന നയമാണ്. പിന്നെ എന്താണ്? ഒപ്പം നിൽക്കുന്നവരെ ചതിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് VD സതീശൻ. സ്വന്തം പാർട്ടിയിൽ പോലും ആരെയും അദ്ദേഹം നേരെ ചെവ നോക്കാറില്ല. എന്ത് ചെയ്താലും അതെല്ലാം എൻ്റേത് എന്ന് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അവസ്ഥയാണ്. ആര് ഗർഭം ധരിച്ചാലും അത് എൻ്റേതാണ് എന്ന് പറയുന്നതാണ് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അവസ്ഥ. ബഷീറിൻ്റെ കഥാപാത്രമാണ്. എട്ടുകാലി മമ്മൂഞ്ഞിനോട്ട് അതിനുള്ള ത്രാണിയുമില്ല. അതുപോലെയാണ് VD സതീശൻ്റെ കാര്യം. കോൺഗ്രസിലെ എട്ടുകാലി മമ്മൂഞ്ഞാണ് VD സതീശൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആക്ഷേപിച്ചാൽ തെറ്റൊന്നും വരില്ല. കാരണം VD സതീശൻ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു, അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന്. അപ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ VD സതീശൻ അനഭിമതനാക്കുന്ന, NSSനെ അനഭിമതനാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ചെന്നിത്തല NSSനെ അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല. NSSന്റെ ബ്രാൻഡായി നിൽക്കാൻ, ഒരു സമുദായത്തിൻ്റെ മാത്രം ബ്രാൻഡല്ല ഞാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് അനിഷ്ടം തുടങ്ങുന്നത്. പക്ഷേ നായർ സമുദായത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരെ ചതിക്കാനോ ഒന്നും രമേശ് ചെന്നിത്തല പോയിട്ടില്ല. പിന്നെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആരോപണങ്ങളിലൊക്കെ, സർക്കാരിനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ എല്ലാം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞുപോയി. പുറത്ത് എല്ലാ ആരോപണങ്ങളും ചെന്നിത്തല തന്നെ ഉന്നയിച്ചു, വേറെ ആരെയും സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റി 2021 ഇലക്ഷന് ചെന്നിത്തലയെ ഒതുക്കിയത്. എങ്കിലും NSSന്റെ ഈ വേദിയിലെത്തുമ്പോൾ, NSSന് വേണ്ടി അദ്ദേഹം സംസാരിക്കുമ്പോൾ, NSSന്റെ വേദിയിൽ മന്നം ജയന്തിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആകമാനം NSSകാരും VD സതീശനെ പടിയടച്ച് പിണ്ടം വയ്ക്കുകയും ചെന്നിത്തലയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇത് ചെന്നിത്തലയുടെ പാർട്ടിയിൽ വീണ്ടും ശക്തി ആർജിക്കുന്നു, താൻ ശക്തി ആർജിക്കുന്നു എന്നതിന് തെളിവായി ചെന്നിത്തലയ്ക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ് NSSന്റെ ഈ ക്ഷണം. അതുമാത്രമല്ല, പാർട്ടിയിൽ ഇപ്പോൾ VD സതീശന് ഉണ്ടായിരിക്കുന്ന മേധാവിത്വം അല്ലെങ്കിൽ അപ്രമാദിത്വം ഒക്കെ ഈ തരത്തിലാണ്. നായർ സമുദായാംഗം എന്ന നിലയിലുള്ള ഒരു അപ്രമാദിത്വം സതീശൻ ഉണ്ടായിരുന്നു. അത് തകർക്കാനും ചെന്നിത്തല ഈ അവസരം വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചെന്നിത്തല, K സുധാകരൻ, K മുരളീധരൻ, KC വേണുഗോപാൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ VD സതീശൻ്റെ കാര്യം കട്ടപ്പുകയാണ്.